ആൻഡ് ഫൈനലി കൊടൈക്കനാലത്തെ തണുപ്പ് കുറച്ചൊന്ന് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഈവനിങ് വാക്കിന് പുറത്ത് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ ദാ ഈ ഒരാളെ കിട്ടി. അപ്പൂപ്പന്താടി ആണോ? സോ അസ്തമിക്കുന്ന സൂര്യന്റെ കൂടെ ഒരു ഫോട്ടോയും എടുത്തിട്ട് മേലെ റൂമിലേക്ക് പോകാനുള്ള മടി കാരണം ഞാൻ അപ്പൂപ്പൻ താടീനെ വരാന്തയിലുള്ള ഷൂറാക്കിൽ സൂക്ഷിച്ചു വെച്ചിട്ട് വാക്കിംഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ അവിടെ എവിടെയും കിടക്കുന്ന അല്ലറ ചില്ലറ സാധനങ്ങൾ പറക്കി വെക്കൽ എൻ്റെ ഒരു മെയിൻ ഹോബിയാണ്. യൂഷ്വലി ഒരു 5-5:30 ആകുമ്പോഴാണ് ഞാൻ വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാറ്. ബട്ട് ഇന്നലെ ഒരു 5:50 ആയിട്ടുണ്ടായിരുന്നു. നേരത്തെ നിർത്തണം എന്ന് വിചാരിച്ചെങ്കിലും ഞാൻ 1 മണിക്കൂർ കറക്റ്റ് നടന്നു. ആൻഡ് അപ്പോഴേക്കും സ്കൈ ഒക്കെ ഡാർക്ക് ആയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്നിട്ട് ഒരു ബ്രോക്കലി സൂപ്പ് ഉണ്ടാക്കണ പണി തുടങ്ങി. അപ്പ ഫുൾ കോൺസെൻട്രേഷനോട് കൂടെ ഇന്ത്യ ഇംഗ്ലണ്ട് മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു നേരം ഞാനും ഫോണൊക്കെ സ്ക്രോൾ ചെയ്ത് അവിടെ ഇരുന്നു. ആൻഡ് സൂപ്പിന്റെ അവസാന പണികൾ തീർത്തിട്ട് നമ്മുടെ ഇന്നത്തെ ഹെൽത്തി ഡിന്നർ കഴിക്കാൻ തുടങ്ങി. ഞാൻ ഉണ്ടാക്കിയോണ്ടായിരിക്കണം വെള്ളം ലേശം കൂടിപ്പോയിട്ടുണ്ട്. അപ്പം എണീറ്റ് പോയ ഗ്യാപ്പിൽ അമ്മ നൈസായിട്ട് ചാനലൊന്ന് മാറ്റിയായിരുന്നു. പക്ഷെ വെറും 2 സെക്കൻഡുകൾക്കുള്ളിൽ അപ്പ വന്ന് ക്രിക്കറ്റ് വീണ്ടും വെച്ചു. സഞ്ജു ചേട്ടന്റെ കളി കാണണ്ടേ? ഫാസ്റ്റ് ഫോർവേഡ് ടു ഉറങ്ങുന്നതിന് മുമ്പത്തെ സമയം. തണുപ്പില്ലാതെ ഉറങ്ങാൻ ഇവിടെ ഹോട്ട് വാട്ടർ ബാഗ് നിർബന്ധമാണ്. ആൻഡ് ദ ലാസ്റ്റ് തിങ് ദാറ്റ് ഐ ഡു ബിഫോർ സ്ലീപ്പിംഗ് ഇസ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. ഷൂറാക്കിൽ സൂക്ഷിച്ചു വെച്ച അപ്പൂപ്പൻ താടിയുടെ കാര്യം ഞാൻ ചെറുതായിട്ടൊന്നും മറന്നു. ഇന്നത്തേക്ക് അപ്പം ഇത്രയേ ഉള്ളൂ.